ഹലോ ഗൈസ്, ന്യൂ പ്രൊമോ വന്നു. ജാസ്മിൻ വീണ്ടും നാടകം. ഗായ്സ്, നാടകം വീണ്ടും വീണ്ടും കരഞ്ഞ് തുടച്ച്. ഗൈസ്, അതിന് മുന്നേ നിങ്ങളൊരു ടാസ്കിന്റെ വീഡിയോ ഉണ്ടോ? ബിഗ് ബോസിന്റെ കളിയാണ്. ബിഗ് ബോസ് നിങ്ങളെ പൊട്ടന്മാരാക്കാണ്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവാ. കാര്യം എന്തായി ചേട്ടാ? ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന എങ്ങനെ? എത്ര നാളായി ഒരു സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ എത്ര മോഹിപ്പിച്ചിട്ടാ ഇതിലേക്ക് നീ എന്നെ കൊണ്ടുവന്നത്? പറഞ്ഞ കാശ് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ അച്ഛനോട് പറയും? എനിക്കിത് ജീവിക്കണ്ട. മക്കളെ, കരയാണ്ട് കാര്യം പറ പെണ്ണെ. എന്നെക്കൊണ്ട് പറ്റത്തില്ല അമ്മേനെ ജീവിക്കാൻ. നീ മനുവായിട്ട് വഴക്കിട്ടോ? എല്ലാരും കണ്ടില്ലേ, ഒരു ഡൗറി പ്രശ്നവും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് എറിഞ്ഞു കൊടുത്തപ്പോ അവളുടെ മനസ്സിലേക്ക് അത് തട്ടി. ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടൊരു വ്യക്തിയല്ലേ, ഓൾറെഡി കമ്മിറ്റഡ് ആയ ഒരു മനുഷ്യനോട്, ഒരാൾക്ക് പ്രോമിസ് കൊടുത്ത് പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തി, അതായത് നിങ്ങള് മാരീഡ് ആണ്, കമ്മിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കളിക്കാൻ വരുമ്പോൾ ബിഗ് ബോസ് കളിക്കുക, അത് അവിടെ ലവ് ഡ്രാമ കളിക്കരുത്. അങ്ങനെ ഒരു ടാസ്കിൽ അവരത് ചെയ്തു. ഗബ്രിയും ശരണ്യമാണ് അത് ചെയ്തത്. രണ്ടുപേരും ചെയ്ത് കിളി പോയി, വീണ്ടും കരയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഗബ്രിയുടെ നെഗറ്റിവിറ്റിയാണ്. നൈസായിട്ട് മൂപ്പർ അടിച്ചു കൊടുത്ത്, നല്ല അന്തസ്സായിട്ട് അടിച്ചാണ്ട് കൊടുത്ത്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് അത് ഏഷ്യാനെറ്റ് പ്രമോ ഇറക്കി. നിങ്ങൾക്കും ഇല്ലേ അത് ചോദിക്കട്ടെ? ഒരു ഗതികേടിലേക്ക് വാഴകളുടെ കളിയാണ് ഈ ബിഗ് ബോസ്. ഇതില് റിവ്യൂ ചെയ്യേണ്ട എന്റെ ഗതികേടിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. സോറി, എന്റെ ഗതികേടിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. ഇത്രയും വാഴകളെ വെച്ചിട്ട് റിവ്യൂ ചെയ്യേണ്ട എന്റെ ഗതി. ഇപ്പൊ ഇതൊക്കെ ഉള്ളു കണ്ടന്റ്. ഇപ്പൊ ന്യൂ പ്രമോ വന്നു. വീണ്ടും ജബ്രികൾ അടിച്ചു പിരിഞ്ഞു. ജാസ്മിനോട് ഗബ്രി നോ പറഞ്ഞു എന്ന് പറഞ്ഞ അതേ സമയത്താണ് ജാസ്മിൻ കിടന്ന് മോങ്ങിയിട്ട്, അതും എന്താണ് മ്യൂസിക്? രാരീരോ 8 മണിക്ക് നിങ്ങൾക്ക് ആ സീരിയൽ വരും, രാരീരോ 9 മണിക്ക് നിങ്ങൾക്ക് ആ സീരിയൽ ഉണ്ട്. അത് പറഞ്ഞ പോലെ സാധനം ബിഗ് ബോസ് ഇറക്കിയിട്ടുണ്ട്. ഇനി അതേ നിവർത്തിയുള്ളൂ. സീരിയലാണ്, ഫുള്ള് സീരിയലാണ്, വേറെ വഴിയില്ല. ബിഗ് ബോസിന് വേറെ വഴിയില്ല. കാരണം TRP ആയിട്ടേ മോഹൻലാലിന്റെ ഒക്കെ പൈസ കൊടുക്കേണ്ടത്. വേറെ വഴിയില്ല. നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോ വീഡിയോ ഇറക്കിയ സമയത്ത്, വൈകുന്നേരം വീഡിയോ ഇറക്കുമ്പോഴോ ജബ്രികൾ അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തിരിച്ചു വരാം, ഇത് തന്നെ വീണ്ടും ഗെയിം ആവാം, വീണ്ടും ഇത് തന്നെയുള്ളൂ ഗെയിം. സീജോ വന്നു എന്നൊരു ഹൈപ്പ് കൊടുത്തു. പിന്നെ കളിക്കാൻ ആരുമില്ല ഗൈസ്, വേറെ ആരും കളിക്കാല്ലേ. പിന്നെ ഈ ജബ്രികൾ ഈ മരവാഴ ഗെയിം കളിക്കട്ടെ, നമുക്കത് വെറുതെ കണ്ട് എൻജോയ് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ ന്യൂ പ്രമോ ആണ് ഞാൻ പറയുന്നത്. വീണ്ടും ജബ്രികൾ ഒന്നിക്കും. കാരണം അവർക്കറിയാം അവരെ ഈ ഗെയിമിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ മാത്രമേ ഉള്ളൂ ഫോക്കസ് ചെയ്ത് പോകുന്നത്. ദേ നോ ഹൗ ടു പ്ലേ, ഹൗ ടു വിൻ. സോ അവര് വീണ്ടും പ്ലേ ചെയ്യും, അവർ തന്നെ പ്ലേ ചെയ്യുള്ളൂ. ഫാൻസിനെ വെൽക്കട്ടോ, ഫാൻസിനെ എനിക്ക് വീണ്ടും ഹാർട്ട് തരാം. പക്ഷെ ഫാൻസ് ഒരു കാര്യം കൊണ്ട്, ഇത് പക്ഷെ ഊള ഗെയിമാണ്, തോന്നിവാസമാണ്. ഞാൻ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ പറയാതെ വേറെ നിവർത്തില്ല. റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ, അല്ലാതെ മുന്നോട്ട് പോകില്ല. ഇത് റിവ്യൂ എന്ന് പറയുമ്പോൾ മുന്നോട്ട് പോകില്ല വേറെ. സോ എനിക്കത് പറയാതെ വേറെ നിവർത്തിയില്ല. സോ ഐ എം ടെല്ലിങ് യു ഗൈസ് again and again, this is the strategy of the big boss. ഇങ്ങനെ ഒരു ഗെയിം കൊടുക്കുന്നു, ജാസ്മിൻ കരയുന്നു. പുതിയ പ്രമോ ജാസ്മിൻ കരയുന്നു. ഗബ്രി കണ്ണ് തുടച്ചു കൊടുക്കാണ് ഗൈസ്. കണ്ണ് തുടച്ചു കൊടുക്കുന്ന പ്രമോ വീണ്ടും വന്നു. ജബ്രികൾ പിരിഞ്ഞു എന്ന് പറഞ്ഞ അതേ സീൻ. വീണ്ടും ഗബ്രിക്ക് ഓപ്ഷൻ ഇല്ല. ഗബ്രിക്ക് ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ജാസ്മിനും പ്ലെയർ ആണല്ലോ, അവളും പ്ലേ ചെയ്യല്ലോ. ഇത്രയും പ്ലേ ചെയ്യുമ്പോൾ, ഇത്രയും 50 ദിവസം നിന്നിട്ട് അവനതൊന്ന് രക്ഷപ്പെടാൻ ഇനി പറ്റില്ല. രക്ഷപ്പെടണമെങ്കിൽ അവളോട് ചോദിക്കും. ഒരു പെണ്ണും ആണും തമ്മിൽ റിലേഷൻ ലോക്കായി കഴിഞ്ഞാൽ അതൊന്നും അങ്ങോട്ട് ഊരി പോരണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് മോനെ. അല്ലാതെ ഈ വെറുതെ ബിഗ് ബോസ് കൊണ്ടൊന്നും കാര്യമില്ല. അത് ഊരി പോരണമെങ്കിൽ ഈ നല്ലോണം പണി എടുക്കേണ്ട വേണം അവിടെ. ഈ അന്റെ പണി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനക്ക് ഇനി ജാസ്മിനെ വിട്ടിട്ടൊരു കളി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ബ്രോ. കാരണം നീ അത്രയും മറ്റേ നമ്മളെ രേവതി ബിഗ് ബോസിലെ ഒരാൾ പറഞ്ഞു, ഞാൻ വെറുതെ നമ്മളെല്ലാം ബിഗ് ബോസ് കാണുമ്പോൾ പറയാം, കണ്ണിൽ നോക്കി മാത്രം ഗബ്രി പ്രണയിക്കും. അങ്ങനെ കണ്ണ് നോക്കിയിട്ടൊന്നും ഒരാൾക്ക് പ്രണയിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല.
ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് പ്ലേ തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊരു ഗെയിമായിരുന്നു ഇത്. പക്ഷെ അതിലൊരു കണ്ണിൽ നോക്കി മാത്രം ഒരാൾക്ക് ഇങ്ങനെ അശോകനെ പോലെ ഒന്നും പ്രേമിക്കാനൊന്നും പറ്റൊന്നുമില്ല. ഇത് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തൊരു ഗെയിമായിരുന്നു. പക്ഷെ അതില് ഒരാൾക്ക് ഇപ്പൊ പോണം തോന്നി, കാരണം അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ അയാൾക്ക് വേറൊരാൾ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ. ഇവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവക്ക് വേറെ ഗെയിമില്ല. ഇവളെല്ലാ നാട്ടുകാരുടെ മൊത്തമായ തോന്നിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ, ഇല്ലെങ്കിൽ ഇവര് പണി കിട്ടില്ലേ. അതുകൊണ്ട് ഇതൊന്നും മാറാനൊന്നും പറ്റില്ല. സിജോ വന്ന വഴിക്ക് ഷൂ ആയി വീണു എന്ന് പറയുന്നു. ഒരു വാഴകളുടെ ഗെയിം വെച്ച് ബിഗ് ബോസ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എനിക്കിത് പറയാതെ വേറെ നിവർത്തില്ല. ഈ ഒരു പരിപാടിയിൽ എനിക്ക് വേറെ വഴിയില്ല. ഇവരെ പ്രൊമോട്ട് ചെയ്യാതെ എനിക്ക് വേറെ നിവർത്തില്ല. പക്ഷെ ഗുഡ് പ്ലേ ഗൈസ്, ഗുഡ് പ്ലേ. ജാസ്മിൻ വീണ്ടും കംബാക്ക് ആണ് ജാസ്മിൻ. കരച്ചിൽ ജാസ്മിന്റെ വണ്ടർഫുൾ കംബാക്ക് ആണ്. വണ്ടർഫുൾ. നീ ഇങ്ങനെ തന്നെ പ്ലേ ചെയ്യണം. ഇങ്ങനെ നിനക്ക് ഇനി പ്ലേ ചെയ്യാൻ അവിടെ പറ്റുള്ളൂ. ഇവനെ സപ്പോർട്ട് ചെയ്യാതെ നിനക്ക് അവിടെ നിന്ന് പോവാൻ പറ്റില്ല. അല്ലാതെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ളവർ നിന്നെ കുറിച്ച് വളരെ നെഗറ്റീവ് പറയും. ബ്രോ മച്ചാനെ, നിന്നോട് ഞാൻ കാര്യം പറയാം. നീ കല്യാണം ഉറപ്പിച്ചു വന്നൊരു പെണ്ണാണ്. കല്യാണം ഉറപ്പിച്ചു വന്നൊരു പെണ്ണ് കൈ പിടിച്ച് ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നത് അത് അങ്ങനെ ഒരു സമുദായത്തിൽ കൂടെ കേട്ടോ. ഞാൻ അങ്ങനെ മാറ്റി പറയല്ല ഗൈസ്, എന്നെ അതിനെ ക്ഷമിക്കണം. ഞാൻ മാറ്റി പറയല. അങ്ങനെ ഒരു സമുദായത്തില് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും അവനെ തിരിഞ്ഞു നോക്കില്ല. ഇതൊരു ഗെയിമാണെന്നൊക്കെ മനസ്സിലാക്കുന്നവര് എത്ര നെഗറ്റിവിറ്റിയാണ് ജാസ്മിന് കിട്ടുന്നത്. എത്ര ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പറഞ്ഞത് എനിക്കും ഡിസ്കസ്റ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ. എന്റെ മോള് ഡിസ്കസ്റ്റിംഗ് എന്ന് അവള് വരെ പറഞ്ഞു. അത് ആ ഒരു സാഹചര്യത്തിൽ പറയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പറയണേ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് സഹിക്കാവുന്നതിന് അപ്പുറം കുറെ കോമഡികൾ ചെയ്യുന്നു. നമ്മളെല്ലാം എന്റർടൈൻമെന്റ് ആണല്ലോ ആഗ്രഹിക്കുന്നത്. മോളെ, അതുകൊണ്ട് ഞാൻ വീണ്ടും നിന്നെ പറയാണ്, നീ ഈ ഗെയിമിൽ തന്നെ മുന്നോട്ട് പോകണം. ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് 8ന്റെ പണി കിട്ടും. സോ ഇത് ഇന്നത്തെ പ്രൊമോനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇന്നത്തെ പ്രൊമോ ജാസ്മിൻ വീണ്ടും പൊളിച്ചു. ഗബ്രി പെട്ടു മോനെ, നീ പെട്ടു.